നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം KFC കുറേ ചോദ്യങ്ങൾ ചെയ്താൽ മാത്രമേ KFCയിൽ നമ്മൾ പാസ്സാവുള്ളൂ. ഒരു ഇത്തിരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പോലും KFCയിൽ കുറവാണ്. അപ്പം നമ്മൾക്ക് ഒരുപാട് ക്വസ്റ്റ്യനുമായിട്ട് ടച്ച് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കേട്ട് വേണം ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ. അപ്പോൾ ഇതിൽ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം. 2024 ജനുവരിയിലെ KFC ഹയറാണ്. ഫിനാൻഷ്യൽ കോഡിന്റെ ഹയർ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ചോദ്യത്തിലേക്ക് കടക്കാണ്. ഓരോ യൂണിറ്റ് സേവനത്തിനും നൽകേണ്ട തുക, ദ എമൗണ്ട് പേയബിൾ ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് സർവീസ്. ഓരോ യൂണിറ്റ് ഓഫ് സർവീസിനും നൽകേണ്ട തുകയ്ക്കാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് അഥവാ നിരക്ക്. ഇത് എവിടെയാ? ഇത് നമ്മൾ ആദ്യത്തെ KFCയുടെ പുസ്തകത്തിലെ ആദ്യത്തെ ഡെഫിനിഷൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ നിരക്ക് അഥവാ റേറ്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം, ഒരു ടെൻഡർ സ്വീകരിക്കുമ്പോൾ ഏത് പ്രധാന ഘടകം പരിഗണിക്കണം? അത് രണ്ടാമത്തെ ചോദ്യം ഡെലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. റോൾ ഓഫ് ഡിപ്പാർട്ട്മെന്റൽ സബ് കൺട്രോളിംഗ് ഓഫീസർ ഇൻ ദ കളക്ഷൻ ഓഫ് റവന്യൂ. അതായത് റവന്യൂ പിരിവില് വകുപ്പ് തല സബ് കൺട്രോളിംഗ് ഓഫീസറുടെ പങ്ക് എന്താണ്? റവന്യൂ പിരിവില് വകുപ്പ് തല സബ് കൺട്രോളിംഗ് ഓഫീസറുടെ പങ്കാണ് ചോദിക്കുന്നത്. ആ പങ്ക് എന്ന് പറയുന്നത് വകുപ്പ് തല കണക്കുകൾ ട്രഷറി കണക്കുകളുമായിട്ട് യോജിപ്പിക്കുക. അതിനാണ് നമ്മൾ റീകൺസൈൽ ഡിപ്പാർട്ട്മെന്റൽ ഫിഗേഴ്സ് വിത്ത് ട്രഷറി ഫിഗേഴ്സ്. ഈ റീകൺസിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒത്തുനോക്കുക എന്നുള്ളതാണ് റീകൺസിലേഷന്റെ ശരിയായ അർത്ഥം. അതായത് സർക്കാരിലേക്ക് പിരിച്ചെടുക്കുന്ന റവന്യൂ തുകയെക്കുറിച്ചുള്ള വകുപ്പിന്റെ കണക്കുകളും ട്രഷറിയിൽ യഥാർത്ഥത്തിൽ വരവ് വച്ചിട്ടുള്ള കണക്കുകളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്താൻ ഇവ രണ്ടും തമ്മിൽ ഒത്തുനോക്കി പരിശോധിക്കുന്ന പ്രക്രിയയാണ് ഇവിടെ ഈ റീകൺസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ സബ് കൺട്രോളിംഗ് ഓഫീസറുടെ പ്രധാന ചുമതലയിൽ ഒന്നാണ് ഇത്. ഇപ്പൊ കണക്കുകളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ കണ്ടെത്തേണ്ടത് അദ്ദേഹമാണ്. എന്ത് ചെയ്തിട്ട്? റീകൺസിലേഷൻ നടത്തിയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ റീകൺസൈൽ ഡിപ്പാർട്ട്മെന്റൽ ഫിഗേഴ്സ് വിത്ത് ട്രഷറി ഫിഗേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ഏത് എസ്റ്റിമേറ്റ് ആണ് മൊത്ത വോട്ട് സമ്പ്രദായത്തിന് അനുസൃതമായിരിക്കേണ്ടത്? അതായത് വിച്ച് എസ്റ്റിമേറ്റ് ഷുഡ് ബി സ്ട്രിക്ട്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിസ്റ്റം ഓഫ് ഗ്രോസ് വോട്ട്. അപ്പൊ ഈ ഗ്രോസ് വോട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ സർക്കാരിന് ഫിനാൻഷ്യൽ കോഡ് പ്രകാരം ഗവൺമെന്റ് നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ ഗ്രോസ് വോട്ട് അല്ലെങ്കിൽ ഗ്രോസ് എക്സ്പെൻഡിച്ചർ രീതി കർശനമായി പാലിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഗ്രോസ് വോട്ട് രീതി എന്ന് പറയുന്നത് മൊത്ത വോട്ട് സമ്പ്രദായത്തിന് അനുസൃതമായിരിക്കേണ്ട ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ സ്റ്റോറുകൾ എന്നാണ് ഇവിടെ ആൻസർ. അതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്നു. അപ്പോ ഒരു വകുപ്പിന്റെ ചെലവുകളും വരവുകളും വെവ്വേറെ കൃത്യമായി രേഖപ്പെടുത്തുക എന്നതാണ്, അല്ലാതെ ഇവ തമ്മിൽ പരസ്പരം കൂട്ടി കുറച്ച് കാണിക്കുകയല്ല വേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സ്റ്റോറുകളുടെ കാര്യത്തിൽ, അതായത് സ്റ്റോറുകൾ വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ വകുപ്പുകൾ തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സ്റ്റോറുകൾ വാങ്ങാറുണ്ട്, സ്റ്റോർ വിൽക്കാറുണ്ട്, വകുപ്പുകൾ തമ്മിൽ കൈമാറ്റം ചെയ്യാറുണ്ട്. അങ്ങനെ കൈമാറ്റം ഈ രീതി ഏതെങ്കിലും നടത്തുമ്പോൾ ഈ ഗ്രോസ് വോട്ട് സമ്പ്രദായം കർശനമായി പാലിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ബാക്കിക്കൊന്നും അത് ബാധകമല്ല. ഈ ഓപ്ഷൻസിൽ സ്റ്റോറുകൾക്ക് മാത്രമാണ് പിന്നെ ഗ്രോസ് വോട്ട് സമ്പ്രദായം എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്, അങ്ങനെ ആയിരിക്കേണ്ടത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, ഒരു വകുപ്പ് 1,00,000 രൂപ വില മതിക്കുന്ന സ്റ്റോറുകൾ വിൽക്കുന്നു, അതായത് പഴയ സാധനങ്ങൾ വിൽക്കുന്നു. അതോടൊപ്പം പുതിയ സ്റ്റോറുകൾ വാങ്ങാൻ 2,50,000 രൂപ ചെലവഴിക്കുകയും ചെയ്തു. 1,00,000 രൂപ പഴയ സാധനം വാങ്ങി കിട്ടി, 2,50,000 രൂപ പുതിയതായിട്ട് വാങ്ങാനും ചെലവഴിച്ചു. ഇതെങ്ങനെയാവരുമെന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ചെലവിൽ നിന്ന്
ലഭിച്ച തുക കുറച്ച് 1,50,000 രൂപ മാത്രം എന്ന് കാണിക്കാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ സ്റ്റോർ വാങ്ങിയ വകയിൽ മുഴുവൻ ചെലവായ 2,50,000 രൂപ ചെലവായിട്ടും കാണിക്കണം. പഴയ സാധനങ്ങൾ വിറ്റ് കിട്ടിയ 1,00,000 രൂപ വരവായും വേറെ വേറെ എസ്റ്റിമേറ്റിൽ കാണിക്കണം. അപ്പോൾ അതാണ് ഈ സ്റ്റോറുകളുടെ കാര്യത്തിൽ ഇതുപോലെ ഗ്രോസ് വോട്ട് സമ്പ്രദായം എസ്റ്റിമേറ്റിൽ ഉണ്ടാവണം എന്ന് പറയുന്നത് അതാണ്. എല്ലാം വേറെ വേറെ വരവ് വരവായിട്ട് കാണിക്കണം, ചെലവ് ചെലവായിട്ടും കാണിക്കണം. അടുത്ത ചോദ്യം. എല്ലാ വർഷവും ജൂൺ 1-നോ അതിനു മുമ്പോ വകുപ്പ് മേധാവി AGക്ക് സമർപ്പിക്കേണ്ട പ്രസ്താവന ഏതാണ്? ദ സ്റ്റേറ്റ്മെന്റ് ടു ബി സബ്മിറ്റഡ് ബൈ ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ടു AG ഓൺ ഓർ ബിഫോർ 1st ജൂൺ എവരി ഇയർ. എല്ലാ വർഷവും ജൂൺ 1-നോ അതിനു മുമ്പോ വകുപ്പ് മേധാവി സമർപ്പിക്കേണ്ട എന്താണ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ റവന്യൂ റിമിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് റെമിഷൻ ഓഫ് റവന്യൂ. അപ്പൊ നമുക്കറിയാം ഈ റവന്യൂ റെമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചതാണ്. അതായത് സർക്കാരിലേക്ക് ലഭിക്കേണ്ട റവന്യൂ വരുമാനമോ പിഴയോ മറ്റോ എഴുതി തള്ളുകയോ ഇളവ് ചെയ്യുകയോ ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ റെമിഷൻ എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ്, അത്തരം സ്റ്റേറ്റ്മെന്റ് സർക്കാരിലെ എന്തെങ്കിലും തുകകൾ സർക്കാരിലേക്ക് ലഭിക്കേണ്ട റവന്യൂ വരുമാനം അല്ലെങ്കിൽ പിഴയോ റെമിഷൻ നടത്തിയിട്ടുണ്ടോ, എഴുതി തള്ളിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇളവ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഉൾക്കൊള്ളിയെടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാ വർഷവും ജൂൺ 1-നോ അതിനു മുമ്പോ വകുപ്പ് മേധാവി AGക്ക് സമർപ്പിക്കണം. ആ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് റെമിഷൻ ഓഫ് റവന്യൂ ആണ്. റവന്യൂ റെമിഷൻ പ്രസ്താവന ആണ് ആൻസർ. അടുത്ത ചോദ്യം. A disbursing officer should not authorize any payment in excess of the funds placed at his disposal is ഒരു വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ, ഡിസ്ബേഴ്സിംഗ് ഓഫീസർ, തൻ്റെ കൈവശം വെച്ചിരിക്കുന്ന ഫണ്ടിനേക്കാൾ കൂടുതലുള്ള ഒരു പേയ്മെന്റിനും അംഗീകാരം നൽകരുത്. അത് ഏതിൻ്റെ ഇതിൽ വരുന്ന ചോദ്യം. ഫിനാൻഷ്യലിൽ പൊതുവായ നിർദ്ദേശമാണോ, സാമ്പത്തിക തത്വമാണോ, സാമ്പത്തിക ഉടമസ്ഥയുടെ നിലവാരമാണോ, സാമ്പത്തിക മാനേജ്മെന്റിനുള്ള ഡയറക്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ സാമ്പത്തിക തത്വം, അതായത് ഫിനാൻഷ്യൽ പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഈ പറഞ്ഞ സെന്റൻസ്. അതായത് ഒരു വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ തൻ്റെ കൈവശം വെച്ചിരിക്കുന്ന ഫണ്ടിനേക്കാൾ കൂടുതലുള്ള ഒരു പേയ്മെന്റിനും അംഗീകാരം നൽകരുത് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അനുവദിക്കപ്പെട്ടതോ കൈവശമുള്ളതോ ആയ ഫണ്ടിന്റെ പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ ഒരു ഡിസ്ബേഴ്സിംഗ് ഓഫീസർ തുക അനുവദിക്കാവൂ. അതാണ് പറഞ്ഞത്. അത് ഫിനാൻഷ്യൽ പ്രിൻസിപ്പിളിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമശാസ്ത്രത്തിലെ ഒരു പ്രധാന നിയമവും അടിസ്ഥാന തത്വവുമാണ്. അടുത്ത ചോദ്യം. ശമ്പള കിഴിവ് സ്കീം ലഭിക്കുന്നതിന് മുമ്പ് LIC പോളിസിയുടെ പ്രീമിയത്തിന്റെ എത്ര തവണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ നേരിട്ട് അടയ്ക്കണം? ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും, എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. നമ്മളൊരു LIC പോളിസി എടുത്തു, സർക്കാർ ഉദ്യോഗസ്ഥൻ LIC പോളിസി എടുത്തു കഴിഞ്ഞാൽ അത് സാലറി ഡിഡക്ഷൻ സ്കീം ഉണ്ടല്ലോ, നമുക്ക് ശമ്പളത്തിൽ നിന്ന് പിടിച്ച് LICയിലേക്ക് അടയ്ക്കുന്ന ആ സ്കീമുണ്ട്. അതിൽ നമ്മൾ പെടണമെങ്കിൽ ഈ ചേർന്ന ഉദ്യോഗസ്ഥൻ എത്ര തവണ LICയിലേക്ക് ആദ്യം അടയ്ക്കണമെന്നാണ് ചോദ്യം. അത് 2 തവണ അടയ്ക്കണമെന്നാണ്. 2 തവണ ഉദ്യോഗസ്ഥൻ നേരിട്ട് അടച്ചതിന് ശേഷമാണ് നമുക്ക് ശമ്പള കിഴിവ് സ്കീം, അതായത് സാലറി ഡിഡക്ഷൻ സ്കീം കിട്ടുക. അപ്പൊ 2 തവണ LICയിൽ ആദ്യം അടയ്ക്കണം നേരിട്ട് ക്യാഷായിട്ട്. അതിനുശേഷം അതിന്റെ റിക്വസ്റ്റ് സാലറിയിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം. വിച്ച് ഈസ് നോട്ട് എ കൺട്രോൾ ഓഫ് അപ്രോപ്രിയേഷൻ? അത് വിനിയോഗ നിയന്ത്രണം, അതാണ് കൺട്രോൾ ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഉത്തരം വിച്ച് ഈസ് നോട്ട് എ, അത്
അപ്രോപ്രിയേഷൻ കൺട്രോളിൽ വരാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഇതിൽ ഒന്നാമത്തത് റീ അപ്രോപ്രിയേഷൻ ആണ്. അപ്പൊ അതായത് എന്താ ഈ കൺട്രോൾ എന്ന് പറയുന്നത്? ബജറ്റിൽ വകയിരുത്തിയ തുക, അതാണ് അപ്രോപ്രിയേഷൻ, അനുവദിച്ച ആവശ്യത്തിനായി മാത്രം കൃത്യമായ നിയമപരവും ഭരണപരവുമായ നിയന്ത്രണങ്ങളോടെ ചെലവഴിക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങളെയാണ് ഈ പിന്നെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ആൻസർ റീ അപ്രോപ്രിയേഷൻ നോക്കാം. ഈ റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മേജർ ഹെഡിലെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ഹെഡിലേക്ക് തുക മാറ്റുന്നത് കൃത്യമായ ചട്ടങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ബജറ്റ് വിഹിതത്തിന് മേലെയുള്ള ഒരു നിയന്ത്രണമാണ്. അതൊരു കൺട്രോൾ ഓഫ് അപ്രോപ്രിയേഷൻ ആണ്. അപ്പോൾ അതല്ല ആൻസർ. റീ അപ്രോപ്രിയേഷൻ അല്ല ആൻസർ. ആൻസർ ഇവിടെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ബാക്കി എന്നാൽ നമുക്ക് നോക്കുമ്പോഴേ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് അത് ഒരു കൺട്രോൾ ആണ്. ഒരു മേജർ ഹെഡിലെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ഹെഡിലേക്ക് തുക മാറ്റുക. രണ്ടാമത്തത് റിസംഷനാണ്. റിസംഷൻ എന്ന് പറഞ്ഞാൽ വകുപ്പുകൾ ചെലവഴിക്കാതെ ബാക്കി വെക്കുന്ന തുക സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കുക. അതും ഒരു കൺട്രോളാണ്, അല്ലെങ്കിൽ ആ പൈസ വെറുതെ പോകില്ലേ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സപ്ലിമെന്ററി ഗ്രാന്റ് ആണ്. അതായത് നിലവിലുള്ള തുക തികയാതെ വരുമ്പോൾ അധിക തുകയ്ക്കായിട്ട് നിയമസഭയുടെ അനുമതി തേടുന്ന പ്രക്രിയയാണ്. ഇനി നാലാമത്തതാണ് നമ്മുടെ ആൻസർ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ട്രഷറിയിൽ നിന്നോ ബാങ്കിൽ നിന്നോ പണം പിൻവലിക്കുന്നതിനുള്ള ഒരു സംവിധാനം മാത്രം. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വകുപ്പിന് പൊതുമരാമത്ത് പണികൾക്കായിട്ട് ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ടാകും. അതാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ആ പണം കരാറുകാരന് നൽകുന്നതിനായി ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കാൻ അനുവദിക്കുന്ന ഒരു സാമ്പത്തിക ക്രമീകരണമോ അധികാരപ്പെടുത്തലോ ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അതൊരു മാസം ഇപ്പോൾ 3 ലക്ഷം രൂപ പിൻവലിക്കാൻ ഒരു അനുമതി, അംഗീകാരം കൊടുക്കുകയാണ് ഒരു ഓഫീസർക്ക്. അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ അത് ഈ വിനിയോഗത്തിന്റെ മേലുള്ള ഒരു നിയന്ത്രണമല്ല. ഇൻഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ വിനിയോഗത്തിന്റെ മേലുള്ള ഒരു കൺട്രോളാണെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഈ മാസം പിന്നെ സാമ്പത്തിക ടൈറ്റ് ഉണ്ടെങ്കിൽ ആ ലെറ്റർ ഓഫ് ക്രെഡിറ്റിലെ എമൗണ്ട് കുറച്ച് വെച്ചാൽ മതി, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മൊത്തത്തിൽ പറയുമ്പോൾ ഇത് വിനിയോഗത്തിന്റെ ഒരു നിയന്ത്രണമല്ല, മറിച്ച് പണം നൽകുന്നതിനുള്ള ഒരു നടപടിക്രമം മാത്രമാണ് ഈ ശരിക്കും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കൺട്രോൾ ഓഫ് അപ്രോപ്രിയേഷനിൽ ഏത് വരുന്നില്ല? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വരുന്നില്ല. അടുത്ത ചോദ്യം അതിൽ ക്ലോസ് ഉള്ള ചോദ്യമാണ്, അതുകൊണ്ട് അത് ടെക്സ്റ്റുമായിട്ട് നോക്കി ചെയ്യാവുന്നതാണ്. ക്ലോസ് 17C ആൻഡ് ജി ആക്ട് 71. അടുത്ത ചോദ്യം, താൽക്കാലിക അഡ്വാൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് വൗച്ചർ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഈടാക്കേണ്ട പലിശ നിരക്ക് എത്രയാണ്? ഇപ്പം നമ്മൾ സർക്കാർ ജീവനക്കാർ പല ആവശ്യങ്ങൾക്കും അഡ്വാൻസ് വാങ്ങും, ഔദ്യോഗിക ആവശ്യങ്ങൾക്ക്. ഇപ്പോൾ ഔദ്യോഗിക യാത്രകൾ, പരിശീലനങ്ങൾ, അല്ല അതിനൊക്കെ ടെമ്പററി അഡ്വാൻസ് നമുക്ക് പാസ്സാക്കി എടുക്കാം, താൽക്കാലിക അഡ്വാൻസ്. അപ്പോൾ ഈ തുക എന്താവശ്യത്തിനാണോ നമ്മൾ അഡ്വാൻസ് ആയിട്ട് മേടിച്ചത്, ആ ചെലവ് പൂർത്താക്കിയ ശേഷം കൃത്യസമയത്ത് അതിൻ്റെ ബില്ലും വൗച്ചറും ഒക്കെ നൽകിക്കൊണ്ട് ആ അക്കൗണ്ട് നമ്മൾ റെഗുലറൈസ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ വാങ്ങിയ പണത്തിൻ്റെ കണക്ക്. അപ്പോൾ ഈ സമയപരിധിക്കുള്ളിൽ അഡ്ജസ്റ്റ്മെന്റ് വൗച്ചറുകൾ സമർപ്പിച്ച് കണക്ക് തീർക്കാത്ത പക്ഷം ആ തുകയ്ക്ക് മേലെ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. പലിശ നിരക്ക് എന്താണെന്നാണ് ചോദ്യം. അത് ബാങ്ക് നിരക്ക്, പ്രതിവർഷം ആ സമയത്തുള്ള ബാങ്ക് നിരക്ക് എത്രയാണോ ആ നിരക്കിൽ ഈ കൊടുത്ത ഉദ്യോഗസ്ഥനോട് അതിൻ്റെ പലിശ ഈടാക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഉദാഹരണം വേണമെങ്കിൽ, ഒരു സർക്കാർ ജീവനക്കാരന് ഔദ്യോഗിക ആവശ്യത്തിനായിട്ട് ഒരു 10,000 റുപ്യ താൽക്കാലിക അഡ്വാൻസ് ആയിട്ട് അനുവദിച്ചു. അപ്പോൾ ശരിക്കും ഇയാൾ ഈ തീയതിക്കകം, അയാൾ ഇവിടെ പറഞ്ഞ തീയതിക്കകം അതെല്ലാം ആവശ്യം കഴിഞ്ഞിട്ട് അതിൻ്റെ ബില്ലും വൗച്ചറൊക്കെ സമർപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്നാൽ ജീവനക്കാരൻ എന്ത് ചെയ്തില്ല? ഈ സമയത്തൊന്നും അതൊന്നും ബില്ലും വൗച്ചറും കൊടുത്തില്ല. അപ്പോൾ ഈ തുക ഒന്നുകിൽ ഈ തുക തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ ഈ ബില്ലും വൗച്ചറും വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് വരെ അതിനു മേലുള്ള പലിശ ചുമത്താവുന്നതാണ്. അത് ഏത് നേരം ആ സമയത്ത് ഉള്ള ബാങ്ക് റേറ്റ് പെർ ആനുവം ഇൻ ഫോഴ്സ്. അതാണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ദി എമൗണ്ട് ഓഫ് പർട്ടിക്കുലർ ഗ്രാന്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ. ഒരു ഗ്രാൻഡിന്റെ തുക കുറയ്ക്കുക, എമൗണ്ട്, അതായത് പ്രത്യേക ഗ്രാൻഡിന്റെ തുക കുറയ്ക്കുന്ന സംവിധാനത്തിനാണ് നമ്മൾ, ആൻസർ കേട്ടോളൂ, കട്ട് മോഷൻ എന്ന് പറയും.
ഒരു പ്രത്യേക ഗ്രാൻഡിന്റെ തുക കുറയ്ക്കുന്നതിനെ കട്ട് മോഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇത് ശരിക്കും ഈ കട്ട് മോഷൻ എന്താന്ന് വെച്ചാൽ പാർലമെന്റിലോ നിയമസഭയിലോ ഗ്രാൻഡുകളുടെ തുക കുറയ്ക്കുന്നതിനായി അവതരിപ്പിക്കുന്ന പ്രമേയമാണ് ശരിക്കും ഈ കട്ട് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കാർ ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് ഗ്രാന്റ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി അംഗങ്ങൾക്ക് കട്ട് മോഷൻ അവതരിപ്പിക്കാം. പലതരത്തിലുള്ള കട്ട് മോഷൻ ഉണ്ട്. പോളിസി കട്ട് മോഷൻ ഉണ്ട്, പിന്നെ ഇപ്പോൾ പിന്നെ എക്കണോമിക് കട്ട് മോഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ കട്ട് മോഷൻ അങ്ങനെ ഒരു പ്രമേയമായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് കട്ട് മോഷൻ പിന്നെ പാസ്സാകുകയാണ്, പ്രമേയം പാസ്സാകുകയാണെങ്കിൽ അത് സർക്കാരിന്റെ ഭൂരിപക്ഷത്തിനോടുള്ള ഒരു അവിശ്വാസമായിട്ടൊക്കെ കാണേണ്ടി വരും. അപ്പോൾ നമ്മൾ അത്രയൊന്നും പോണ്ട, കട്ട് മോഷൻ എന്താണെന്ന് മാത്രം മനസ്സിലാകുക. അപ്പോൾ ഇത് പ്രത്യേക ഗ്രാൻഡ്, പർട്ടിക്കുലർ ഗ്രാൻഡ് പിന്നെ അനുവദിച്ചിട്ടുള്ള അതിൽ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പ്രമേയമാണ്, നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് കട്ട് മോഷൻ. അടുത്ത ചോദ്യം. A specific amount authorized by the government and placed at the disposal of a spending authorities. അതായത് ഗവൺമെന്റ് അധികാരപ്പെടുത്തിയതും ഒരു ചെലവ് അതോറിറ്റിയുടെ വിനിയോഗത്തിൽ വെച്ചിരിക്കുന്നതുമായ ഒരു പ്രത്യേക തുകയ്ക്കാണ് നമ്മൾ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ, അതാണ് വിനിയോഗ യൂണിറ്റ്. ശ്രദ്ധിച്ചു കേൾക്കണേ, ഗവൺമെന്റ് അധികാരപ്പെടുത്തിയതും ഒരു ചെലവ് അതോറിറ്റിയുടെ വിനിയോഗത്തിൽ വച്ചിരിക്കുന്നതുമായ ഒരു പ്രത്യേക തുകയാണ് ഈ വിനിയോഗ യൂണിറ്റ് അഥവാ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബജറ്റിൽ അനുവദിച്ച തുകയെ വിവിധ ഉപവിഭാഗങ്ങളായി തിരിച്ച് ഓരോ ചെലവുകൾക്കുമായി നിശ്ചയിച്ച് നൽകുന്ന തുകയാണിത്. ശരിക്കും നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ, സംസ്ഥാനത്തെ ഒരു പൊതുമരാമത്ത് ഡിവിഷന് കീഴിലുള്ള ഓഫീസ് നടത്തിപ്പിനായിട്ട് നമ്മൾ ഓഫീസ് എക്സ്പെൻസ് ഗവൺമെന്റ് ഒരു പ്രത്യേക തുക ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഈ തുക ഓഫീസിന്റെ ദൈനംദിന ചെലവുകൾക്കായിട്ട്, അതായത് സ്റ്റേഷനറി, ടെലിഫോൺ ബില്ല്, വൈദ്യുതി ചാർജ് എന്നിവയ്ക്കായിട്ട് മാറ്റിവെക്കപ്പെടുന്നു. ഇവിടെ ഗവൺമെന്റ് അധികാരപ്പെടുത്തിയ ആ പ്രത്യേക ചെലവുകൾക്കായി നീക്കിവച്ചിരിക്കുന്ന തുകയെയാണ്, ആ പ്രത്യേക ചെലവുകൾക്കായി നീക്കിവെച്ച തുകയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്, വിനിയോഗ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഒരു എസ്റ്റിമേറ്റ് ഓഫീസർ സെപ്റ്റംബർ 30 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് ഡ്യൂപ്ലിക്കേറ്റായി ഒരു നോൺ പ്ലാൻ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ നടപടി ഇതാണ്. തെറ്റാണ് എന്നാണ് ആൻസർ. കാരണം സെപ്റ്റംബർ 15 മുമ്പ് നോൺ പ്ലാൻ എസ്റ്റിമേറ്റിന്റെ പകർപ്പ് ധനകാര്യ വകുപ്പിനും മറ്റൊരു പകർപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പിനും സമർപ്പിക്കണം. എല്ലാം തെറ്റാ, ഡേറ്റ് തെറ്റാണ്, ആർക്കൊക്കെ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ഓഫീസർ, കറക്റ്റ് ആൻസർ, ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ഓഫീസർ സെപ്റ്റംബർ 30 സെപ്റ്റംബർ 15 മുമ്പ് നോൺ പ്ലാൻ എസ്റ്റിമേറ്റിന്റെ ഒരു പകർപ്പ് ധനകാര്യ വകുപ്പിനും മറ്റൊരു പകർപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പിനും സമർപ്പിക്കണം എന്നതാണ് ശരിയായത്. ഈ പറഞ്ഞത് തെറ്റാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ പാർലമെന്റിന്റെ ഒരു നിയമം ചുമത്തുന്ന പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കുന്നത്. Financial transactions of functions imposed by an act of parliament in Kerala is governed by. അതിവിടെ ആൻസർ ബിയും സിയും ശരിയാണെന്നാണ്. ജനറൽ ഫിനാൻഷ്യൽ റൂൾസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ഈ കേരളത്തിലെ പാർലമെന്റിന്റെ ഒരു നിയമം ചുമത്തുന്ന പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതു സാമ്പത്തിക നിയമങ്ങൾ. രണ്ട്, കേന്ദ്ര ഗവൺമെന്റ് കോഡുകളും മാനുവലുകളും. ഇതിലൂടെയാണ് ആ സാമ്പത്തിക ഇടപാടുകൾ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഡി ആണ്. ബിയും സിയും രണ്ട് ആൻസറുകൾ, ബിയും സിയും ഇവിടെ ശരിയാണ് എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം. ഡ്യൂട്ടി ഓഫ് എ മുനിസിപ്പൽ സെക്രട്ടറി ഇൻ ദ കേസ് ഓഫ് എ ഡെത്ത് ഓഫ് എ പൊളിറ്റിക്കൽ പെൻഷനർ ഹു റിസൈഡ്സ് ഇൻ ഹിസ് മുനിസിപ്പാലിറ്റി. ഒരു മുനിസിപ്പാലിറ്റിയിൽ തൻ്റെ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ഒരു രാഷ്ട്രീയ പെൻഷൻകാരൻ, അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെയാണ് മുനിസിപ്പൽ സെക്രട്ടറിയുടെ ചുമതല എന്താണെന്ന ചോദ്യം. അപ്പോൾ ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ
മുനിസിപ്പൽ സെക്രട്ടറി അറിയും. കാരണം അവിടെ മരണം രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ രാഷ്ട്രീയ പെൻഷൻകാരൻ എന്ന് പറഞ്ഞാൽ ആരാ? നമുക്കൊരു ഉദാഹരണത്തിന് എടുക്കാം. ഒരു സ്വാതന്ത്ര്യ സമര പെൻഷനർ, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അയാൾക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ ഉണ്ട്. അങ്ങനെയുള്ള പെൻഷനെ നമുക്കൊരു പൊളിറ്റിക്കൽ പെൻഷനർ എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ പെൻഷനർ മരണപ്പെട്ടാൽ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി ഏരിയയിലാണെങ്കിൽ അവിടെയുള്ള മുനിസിപ്പാലിറ്റി ഏരിയയിലായിരുന്നു ഇദ്ദേഹം താമസിക്കുന്നത്. അതുകൊണ്ട് ആ മുനിസിപ്പൽ സെക്രട്ടറി ഇക്കാര്യം പെൻഷൻ വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ നേരിട്ട് അറിയിക്കാം. ഇപ്പൊ ട്രഷറി ഓഫീസറാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതെങ്കിൽ ട്രഷറി ഓഫീസറെ നേരിട്ട് അറിയിക്കുക. അതാണ് മുനിസിപ്പൽ സെക്രട്ടറിയുടെ ചുമതല. അടുത്ത ചോദ്യം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പിരിവടയ്ക്കാൻ നിർദ്ദേശമുണ്ടെന്ന കാരണം ചൂണ്ടിക്കാണിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒരു മാസത്തെ അവസാനത്തെ ദിവസത്തെ കളക്ഷൻ അടുത്ത മാസത്തെ ആദ്യ പ്രവൃത്തി ദിനത്തിൽ അയച്ചു. ഈ പ്രവൃത്തി ശരിയാണോ എന്നാണ്. നമ്മൾ ബാക്കിയൊക്കെ വിട്. ഒരു മാസത്തെ അവസാന ദിവസത്തെ കളക്ഷൻ അടുത്ത മാസത്തെ ആദ്യ പ്രവൃത്തി ദിവസത്തിൽ അടച്ചു എന്നാണ്. അത് ശരിയാണോ? ഇല്ല, അത് തെറ്റാണ്. ഒരു മാസത്തിന്റെ അവസാന ഡേറ്റിലുള്ള കളക്ഷൻ അടുത്ത മാസത്തിലേക്ക് പോകാൻ പാടില്ല. അതേ മാസം തന്നെ ട്രഷറിയിൽ എത്തണം. അതാണ് ഇവിടെ ശരി. പോയിന്റുകൾ കേട്ട് കേട്ട് പോവുക. നമുക്ക് ഏത് വിധത്തിലെ ചോദ്യങ്ങൾ വരിക എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ RTC കൗണ്ടർ സിഗ്നേച്ചർ ബൈ എ സുപ്പീരിയർ അതോറിറ്റി ഈസ് നോട്ട് റിക്വയർഡ് ഇഫ് RTC എല്ലാവർക്കും അറിയാലോ. റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് എന്ന് പറയുന്ന RTC. അതായത് ഒരു ഗസറ്റഡ് ഓഫീസറുടെ, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഗസറ്റഡ് ഓഫീസറുടെ റിലീവിംഗ് ഓർഡറാണ്, ഗസറ്റഡ് ഓഫീസറുടെ ജോയിനിങ് റിപ്പോർട്ടുമാണ് എന്ത്? RTC. അപ്പോൾ RTC മുഖാന്തരമാണ് അവർ, വേറെ റിലീവിംഗ് ഓർഡർ അവർക്ക് ഉണ്ടാവില്ല, ജോയിൻ റിപ്പോർട്ടും ഉണ്ടാവില്ല. ഈ RTCയിൽ ഒപ്പിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് ജോയിൻ റിപ്പോർട്ടാണ്, അല്ലെ റിലീവിംഗ് ഓർഡറുമാണ്. അപ്പോൾ RTCയിൽ ഒരു ഹയർ ഓഫീസറുടെ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യപ്പെട്ടില്ലെങ്കിൽ, ഈ RTCയിൽ രണ്ട് പേരുണ്ട്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയാം. RTC എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ്. അത് ഒരാൾക്ക് ചാർജ് നഷ്ടപ്പെടും, വേറൊരാൾക്ക് ചാർജ് കിട്ടും. ഈ ഫോമിൽ, അതൊരു ഫോമാണ് RTC ഫോം. അതിൽ റിലീവ്ഡ് ഓഫീസറും ഉണ്ട്, റിലീവിംഗ് ഓഫീസറും ഉണ്ട്. അപ്പോൾ ചാർജ് നഷ്ടപ്പെടുന്ന ആളാണ് റിലീവ്ഡ് ഓഫീസർ. ഒരു ഗസറ്റഡ് ഓഫീസർ ഒരു സ്ഥാപനത്തിൽ നിന്ന് വേറൊരു സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പോൾ ഈ സ്ഥാപനത്തിലെ ചാർജ് അയാൾക്ക് നഷ്ടപ്പെട്ടു. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ റിലീവ്ഡ് ഓഫീസർ ഈ ട്രാൻസ്ഫർ ആയ ഗസറ്റഡ് ഓഫീസറാണ്. അവിടുത്തെ റിലീവിംഗ് ഓഫീസർ ആരാ? അവിടെ പുതിയതായിട്ട് വന്ന അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ സീനിയർ ആയിട്ടുള്ള ആളാണ് ചാർജ് കിട്ടുന്ന ആൾ. അയക്കാണ്. അത് പോട്ടെ, ഞാൻ അതിലേക്കൊക്കെ പോയാൽ കൂടുതലാവും. അപ്പോൾ RTC കൗണ്ടറിൽ ഒരു ഉന്നത അധികാരിയുടെ, ഒരു ഹയർ ഓഫീസറിന്റെ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ലെങ്കിൽ എന്താണെന്നാണ് ചോദ്യം. ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഗസറ്റഡ് ഓഫീസർ പുതിയ തസ്തികയുടെ ചുമതല ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതാണ് ഇവിടെ ശരി. കാരണം കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ല. അപ്പോൾ ഈ RTC വെച്ചിട്ട് ആ ഓഫീസർക്ക്, ഗസറ്റഡ് ഓഫീസർക്ക് ആ തസ്തികയുടെ ചുമതല ഏറ്റെടുക്കാം. അടുത്ത ചോദ്യം. PWDയിലെ ഉപകരണത്തിന്റെയും പ്ലാന്റിന്റെയും അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവ് അത് ഏതിൽ നിന്നാണെന്ന് ചോദിച്ചത്. അത് കണ്ടിൻജന്റ് എക്സ്പെൻഡിച്ചർ ആണ്. ദ എക്സ്പെൻഡിച്ചർ ഓൺ ദ റിപ്പയർ ഓഫ് ടൂൾ ആൻഡ് പ്ലാന്റ് ഇൻ PWDയിലെ ഉപകരണത്തിന്റെയും പ്ലാന്റിന്റെയും അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവ് ഏതിൽ നിന്നാണ് വഹിക്കുന്നത്? അത് അല്ലെങ്കിൽ ഏതായിട്ടാണ് നമ്മൾ പറയുന്നത്? അതിനെ കണ്ടിൻജന്റ് എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. PWDയിലെ ഉപകരണത്തിന്റെയും പ്ലാന്റിന്റെയും അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ള ചെലവ് എന്ന് പറയുന്നത് കണ്ടിൻജന്റ് എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ലോക്കൽ ബോഡിക്ക് പോസ്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിലെ ഗ്രാന്റ് ഡാഷിനുള്ളിൽ ക്ലെയിം ചെയ്യണം. ലോക്കൽ ബോഡിയാണ്, അപ്പൊ എന്താ? പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ പോസ്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിലെ ഗ്രാന്റ് 6 മാസത്തിനുള്ളിൽ ക്ലെയിം ചെയ്യണം എന്നാണ് സത്യം. അപ്പൊ ഈ പോസ്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിൽ ഒരു ഫണ്ട് യൂട്ടിലൈസേഷൻ നടന്നാൽ, നമ്മൾ അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂടുതൽ വ്യക്തമാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ലോക്കൽ ബോഡിയാണ്, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, ഏതോ ആവട്ടെ. അപ്പം ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതാണ് ഈ പോസ്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിലെ ഗ്രാന്റ് ക്ലെയിം ചെയ്യാനുള്ള പരമാവധി സമയം എന്ന് പറയുന്നത് 6 മാസമാണ്. ഇവിടെ ആൻസർ 6 മാസം എന്നാണ്.
അപ്പം നമ്മളൊരു ഗ്രാമപഞ്ചായത്തിലെ ഒരു അംഗനവാടി, ആ അംഗനവാടി നവീകരണത്തിനായിട്ട് സർക്കാർ 5 ലക്ഷം രൂപയുടെ ഒരു ഗ്രാന്റ് പോസ്റ്റ് പേയ്മെന്റ് വ്യവസ്ഥയിൽ അനുവദിച്ചു. എന്താ പറഞ്ഞാൽ എന്താ, പഞ്ചായത്ത് ഈ 5 ലക്ഷം രൂപ കൊടുത്ത് ഈ അംഗനവാടിയുടെ മെയിൻ്റനൻസ് എല്ലാം നടത്തുക. പണിയെല്ലാം തീർന്നു കഴിഞ്ഞ് ബില്ലും സാധനവും എല്ലാം ആയിട്ട് പഞ്ചായത്ത് എന്ത് ചെയ്ത, സർക്കാരിന് പണം പഞ്ചായത്ത് കൊടുക്കണം അന്നേരം. പിന്നീട് സർക്കാരിന് ഈ ബില്ലും വൗച്ചറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പണം സർക്കാർ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ പോസ്റ്റ് പേയ്മെന്റ് വ്യവസ്ഥയിൽ അംഗീകരിച്ചു, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പോസ്റ്റ് പേയ്മെന്റ് വ്യവസ്ഥയിൽ പഞ്ചായത്തിന് പണം അനുവദിച്ചാൽ പഞ്ചായത്ത് ആ പണം ആ, സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കൊടുത്ത് ആ പണി പൂർത്തീകരിക്കണം. അതിനുശേഷം മാത്രമേ ഇത് ക്ലെയിം ചെയ്യാവൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്തിന്റെ പണികൾ നടത്തി ജനുവരി 1 പണി കഴിഞ്ഞു. ആ പണി കഴിഞ്ഞ് 5 ലക്ഷം രൂപ പഞ്ചായത്ത് എന്ത് ചെയ്തു, കരാറുകാരന് കൊടുക്കുകയും ചെയ്തു. ഇനി ഈ 5 ലക്ഷം രൂപ എവിടെ നിന്ന് തിരിച്ചു കിട്ടണം? സർക്കാരിൽ നിന്ന് തിരികെ ലഭിക്കണം. കാരണം ഇതൊരു പോസ്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിലായി 5 ലക്ഷം രൂപ സർക്കാർ കൊടുത്തത്. അപ്പോൾ പണി കഴിഞ്ഞാൽ നിങ്ങൾ ക്ലെയിം ചെയ്തോ തരാമെന്ന്. അപ്പോൾ ആ ജനുവരി 1 മുതൽ, പണി തീർന്ന അന്ന് മുതൽ 6 മാസത്തിനുള്ളിൽ, അതായത് ജൂൺ 30 മുമ്പായിട്ട് ആവശ്യമായിട്ടുള്ള വൗച്ചറുകളും ബില്ലുകളും ഒക്കെ ബന്ധപ്പെട്ട വകുപ്പിലോ ട്രഷറിയിലോ എവിടെയാണോ എവിടെയായാലും അവിടെ സമർപ്പിച്ച ആ തുക ക്ലെയിം ചെയ്തിരിക്കണം. ഈ സമയപരിധി പാലിച്ചില്ലെങ്കിൽ ഗ്രാന്റ് തുക ലഭിക്കാൻ തടസ്സങ്ങൾ നേരിടാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? പോസ്റ്റ് പേയ്മെന്റ് സിസ്റ്റം എല്ലാം പുതിയ അറിവുകളായിരിക്കും ചിലരെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദീകരിച്ച് ഇങ്ങനെ പറയുന്നത്. നിങ്ങളത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, ഡിപ്പാർട്ട്മെന്റൽ എസ്റ്റിമേറ്റ് ബേസ്ഡ് ഓൺ എ സ്റ്റാൻഡിംഗ് സാങ്ഷൻ ഈസ് എ, അതായത് സ്ഥിരാനുമതിയെ അടിസ്ഥാനമാക്കിയ ഉള്ള ഡിപ്പാർട്ട്മെന്റൽ എസ്റ്റിമേറ്റ് ഏതാണെന്നാ ചോദിച്ചത്. സ്ഥിരാനുമതി, സ്റ്റാൻഡിംഗ് സാങ്ഷൻ, അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ എസ്റ്റിമേറ്റ്. ആ ഡിപ്പാർട്ട്മെന്റൽ എസ്റ്റിമേറ്റിനെ നമുക്കറിയാലോ, നമ്മൾ ഭാഗം 1 എസ്റ്റിമേറ്റ്, ഭാഗം 2 എസ്റ്റിമേറ്റ്, പുതുക്കിയ എസ്റ്റിമേറ്റ്, അങ്ങനെ പല രീതിയിൽ പേരിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ PWD മാനുവൽ പ്രകാരമാണ് ഇത് ശരിക്കും വരിക. ഈ ഡിപ്പാർട്ട്മെന്റൽ എസ്റ്റിമേറ്റിനെ 2ആയിട്ട് തിരിക്കുന്നു. ഒന്ന് പാർട്ട് 1 എസ്റ്റിമേറ്റ്. ഈ പാർട്ട് 1 എസ്റ്റിമേറ്റിലാണ് നിലവിലുള്ള ഒരു സ്ഥിരാനുമതിയുടെയോ അല്ലെങ്കിൽ പൊതുവായ ഭരണാനുമതിയുടെയോ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക പ്രവൃത്തിക്കായി തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റാണ് ഈ പാർട്ട് 1 എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലാണ് എന്ത് വരുന്നത്, സ്റ്റാൻഡിംഗ് സാങ്ഷൻ വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ, ഇപ്പോൾ ഒരു റോഡിൻ്റെ കെട്ടിടത്തിൻ്റെ സാധാരണമായിട്ടുള്ള ഒരു അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ മുൻകൂട്ടി അനുമതി ലഭിച്ചിട്ടുള്ള ആവർത്തിച്ചിട്ടുള്ള പ്രവർത്തികൾക്കോ വേണ്ടി തയ്യാറാക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ഇതിൽ പെടും. അപ്പോൾ ഇതിനായി ഓരോ തവണയും പ്രത്യേകം ഭരണാനുമതി വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് നിലവിൽ തന്നെ ഒരു സ്ഥിരാനുമതി, സ്റ്റാൻഡിംഗ് സാങ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ പാർട്ട് 1 എസ്റ്റിമേറ്റ് ആണെങ്കിൽ എന്താ, അത് സ്ഥിരമായിട്ടുള്ള അനുമതി ഉണ്ടാവും. ഓരോ തവണയും നമ്മൾ ഭരണാനുമതി, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വാങ്ങേണ്ട ആവശ്യമില്ല AS. അപ്പോൾ AS ഓരോ തവണയും വാങ്ങേണ്ടാത്ത എസ്റ്റിമേറ്റ് ആണ് ഏത് എസ്റ്റിമേറ്റ്? പാർട്ട് 1 എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാഗം 1 എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പണം കൈമാറ്റം ചെയ്യുന്നതിനായി പ്രത്യേക ക്രമം ഉണ്ടാക്കിയിരിക്കുന്ന തുക, അതാണ്. അപ്പോൾ ഈ പണം കൈമാറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പണം കൈമാറ്റം ചെയ്യുന്നതിന് ആ പരിധി എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആണ്. അപ്പോൾ 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നമ്മൾ ഇപ്പോൾ സർക്കാർ ഓഫീസിലോ അല്ലെ ട്രഷറിയിലോ വലിയ തുക കൈമാറ്റം ചെയ്യുമ്പോഴോ കൊണ്ടുപോകുമ്പോഴോ, ഒരു സ്ഥലത്തു നിന്ന് സ്ഥാപനത്തിൽ നിന്ന് ട്രഷറിയിലേക്ക് കൊണ്ടുപോകുക അല്ലെ വേറെ രീതിയിൽ കൈമാറ്റം ചെയ്യുമ്പോഴൊക്കെ ഈ സുരക്ഷ മുൻനിർത്തിയിട്ട് പ്രത്യേകം മുൻകരുതലുകളും ക്രമീകരണങ്ങളും ഒക്കെ എടുക്കേണ്ടതുണ്ട്, പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിധി എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഉള്ള വലിയ തുകകൾക്കാണ് ഇത് ബാധകം. ഇപ്പം 50,000 രൂപ കൈമാറ്റം ചെയ്യുന്നതിന് ഒരു സുരക്ഷിതത്വം, ഒരു പോലീസിന്റെ എസ്കോട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒരു രീതി വേണ്ട. എന്നാൽ 2 ലക്ഷം രൂപയും അതിൽ കൂടുതലും ആവുമ്പോൾ എന്ത് വേണം?
പ്രത്യേക ക്രമീകരണം, കാവൽക്കാരോ എസ്കോട്ടോ പോലീസ് എസ്കോട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സുരക്ഷാ ജീവനക്കാരുടെയോ പോലീസിൻ്റെയോ ഒക്കെ സഹായമാണ് ഈ പോകുന്ന വഴിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ പരിധി എത്രയാണ്. 2 ലക്ഷം രൂപയും അതിൽ കൂടുതലും പണം കൈമാറ്റം ചെയ്യുമ്പോഴാണ് ഇത്തരം പ്രത്യേകമായ ക്രമീകരണങ്ങൾ നടത്തേണ്ടത്. അടുത്ത ചോദ്യം, ഒരു ഇൻസ്പെക്ടിംഗ് ഓഫീസർ ചില നികുതിദായകരിൽ നിന്ന് ശേഖരിച്ച യഥാർത്ഥ രസീതുകൾക്കൊപ്പം രസീതുകളുടെ കൗണ്ടർ ഫോയിൽ പരിശോധിക്കുമ്പോൾ ചില തെറ്റായ വിനിയോഗങ്ങൾ കണ്ടെത്തി. അവന്റെ നടപടി ശരിയാണോ എന്ന ചോദ്യം. ശരിയാണ്. അതായത് ഒരു ഇൻസ്പെക്ടിംഗ് ഓഫീസറാണ്, ചെക്ക് ചെയ്യാനുള്ള അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ. ഈ നികുതിദായകരിൽ നിന്ന് ശേഖരിച്ച യഥാർത്ഥ രസീതുകൾക്കൊപ്പം രസീതുകളുടെ കൗണ്ടർ ഫോയിൽ പരിശോധിക്കുമ്പോൾ ചില തെറ്റായ വിവരങ്ങൾ കണ്ടെത്തി. ആ കണ്ടെത്തിയ നടപടി അയാൾക്ക് അതിനുള്ള പവർ ഉണ്ടോ, ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു പഞ്ചായത്തിലോ അല്ലെ ഗവൺമെന്റ് ഓഫീസിലോ നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥൻ, ഇപ്പം എല്ലാം ഇത് നേരത്തെ ബുക്ക് വെച്ചിട്ട് ചെയ്യുന്ന കാലത്തുള്ളതായി പറയുന്നത്, പിരിക്കുന്ന ഉദ്യോഗസ്ഥൻ പൊതുജനങ്ങളിൽ നിന്ന് നികുതിയായി ഈടാക്കിയ തുകയ്ക്ക് നൽകിയ രസീതുകളുടെ കൗണ്ടർ ഫോയില് ഓഫീസിലെ ബുക്കിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. കൗണ്ടർ ഫോയിൽ. അപ്പോൾ കൗണ്ടർ വേറെ റെസീറ്റ് വേറെ അങ്ങനെയാണല്ലോ കൊടുക്കുന്നത്. നേരത്തെയുള്ള ഇപ്പോഴത്തെ കാലത്തല്ല പറയുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ നികുതിദായകൻ നൽകിയ തുകയും ഓഫീസിലെ കൗണ്ടർ ഫോയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തുകയിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഇൻസ്പെക്ടിംഗ് ഓഫീസർക്ക് അധികാരമുണ്ട്. അയാൾക്ക് എന്ത് ചെയ്യാം, ഈ ടാക്സ് കൊടുത്തയാളുടെ റെസീറ്റ് മേടിച്ചിട്ട് കൗണ്ടർ ഫോയിലുമായിട്ട് ഒത്തുനോക്കാം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ പിന്നെ യഥാർത്ഥ രസീതിൽ തുക കാണിച്ചിട്ടുണ്ടാവും, പക്ഷെ കൗണ്ടർ ഫോയിലിൽ തുക കുറച്ച് കാണിച്ചിട്ടും ഉണ്ടാവാം. ഇത്തരത്തിലുള്ള പിന്നെ എന്തെങ്കിലും തട്ടിപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഇൻസ്പെക്ടിംഗ് ഓഫീസർക്ക് ഇത്തരത്തിലുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. അയാളുടെ നടപടി ശരിയാണ്. ധനവകുപ്പ് അടുത്ത ചോദ്യമാണ്. ധനവകുപ്പ് ഒരു വകുപ്പ് തല എസ്റ്റിമേറ്റിന്റെ സൂക്ഷ്മ പരിശോധന താഴെ പറയുന്നവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ധനവകുപ്പ് ഒരു വകുപ്പ് തല എസ്റ്റിമേറ്റിന്റെ സൂക്ഷ്മ പരിശോധന, സ്ക്രൂട്ടിനി ഓഫ് എ ഡിപ്പാർട്ട്മെന്റൽ എസ്റ്റിമേറ്റ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വേർ ബേസ്ഡ് ഓൺ, അത് AGയുടെ യഥാർത്ഥ കണക്കുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിപ്രായങ്ങൾ, വകുപ്പ് മേധാവിയുമായുള്ള ചർച്ചകൾ, ഇതെല്ലാം അടങ്ങിയതാണ്. ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു വകുപ്പ് തല എസ്റ്റിമേറ്റിന്റെ സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു ഹെഡിന് കീഴിൽ നൽകിയ തുക മറ്റൊരു ഹെഡിന് കീഴിലുള്ള രസീത് ഉപയോഗിച്ച് കൃത്യമായി സമതുലിതമാക്കുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ഒരു ഹെഡിന് കീഴിൽ നൽകിയ തുക മറ്റൊരു ഹെഡിന് കീഴിലുള്ള രസീത് ഉപയോഗിച്ച് കൃത്യമായിട്ട് സമതുലിതമാക്കുന്നു. A disbursement entered under one head is exactly counterbalanced by a receipt under another head is a, അതിനാണ് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നിരവധി തവണ പല സ്ഥലത്തും കേട്ടിട്ടുള്ളതാണ് ഈ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഈ യഥാർത്ഥ പണമിടപാടുകൾ ഒന്നും നടക്കാതെ അക്കൗണ്ടുകൾ തമ്മിലുള്ള പരസ്പര ക്രമീകരണത്തിലൂടെ തുക വരവ് വെക്കുകയോ ചെലവഴിക്കുകയോ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പണമിടപാടില്ല. ഇപ്പോൾ അതായത് ഈ ഖജനാവിലേക്ക് നേരിട്ട് പണം വരുന്നില്ലെങ്കിലും അക്കൗണ്ട് ബുക്കുകളിൽ മാത്രം വരവും ചെലവും തുല്യമായി രേഖപ്പെടുത്തുന്നു. അത് ആ പ്രക്രിയക്കാണ് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വകുപ്പ് മറ്റൊരു വകുപ്പിൽ നിന്ന് സേവനങ്ങളോ സാധനങ്ങളോ സ്വീകരിക്കുമ്പോൾ അതിനുള്ള തുക പണമായി കൈമാറുന്നതിന് പകരം ട്രഷറി അക്കൗണ്ടുകൾ വഴി അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പതിവ്. ഇവിടെ ഒരു വകുപ്പിന്റെ ഹെഡിൽ ചെലവായി കാണിക്കുന്ന തുക മറ്റേ വകുപ്പിന്റെ ഹെഡിൽ വരവായി രേഖപ്പെടുത്തി അത് ബാലൻസ് ചെയ്യുന്നു, സമതുലിതമാക്കപ്പെടുന്നു. ഇവിടെ കുറവ് ചെയ്യുന്ന തുക അവിടെ അവരുടെ മറ്റേ ഹെഡിന്റെ വരവിൽ വെക്കുന്നു. അപ്പോൾ രണ്ടും തുല്യമായി. ഇതാണ് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എക്സിക്യൂട്ടീവിന്റെ ചെലവ് നിയന്ത്രണത്തിന് ഒരു ഉദാഹരണം. എക്സിക്യൂട്ടീവിന്റെ ചെലവ് നിയന്ത്രണത്തിന് ഉദാഹരണം താഴെ പറയുന്നവ ഏതാണെന്നാണ്. അത് ചീഫ് കൺട്രോളിംഗ് ഓഫീസറുടെ പുനർവിനിയോഗം അല്ലെ റീഅപ്രോപ്രിയേഷൻ ഓഫ് ചീഫ് കൺട്രോളിംഗ് ഓഫീസർ. അപ്പൊ എന്താ റീഅപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാല്, ബജറ്റിൽ ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിൽ മാറ്റിവെച്ച തുകയിൽ നിന്ന്
ചെലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന തുകയോ അല്ലെങ്കിൽ ആവശ്യാനുസരണം മറ്റൊരു ഹെഡിലേക്ക് അതേ ഗ്രൂപ്പിനുള്ളിൽ തന്നെ വകമാറ്റി ചെലവഴിക്കുന്നതിനെയാണ് നമ്മൾ റീ അപ്രോപ്രിയേഷൻ എന്ന് അല്ലെങ്കിൽ പുനർവിനിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സിക്യൂട്ടീവ് തലത്തിൽ അത് കണക്കാക്കുമ്പോൾ അത് സർക്കാരിൻ്റെ സാമ്പത്തിക നിയന്ത്രണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ സാമ്പത്തിക നിയന്ത്രണത്തിന് വേണ്ടി എക്സിക്യൂട്ടീവ് തലത്തിലാവുമ്പോൾ അത് ചീഫ് കൺട്രോളിംഗ് ഓഫീസർമാർക്ക് ഈ അധികാരം നൽകിയിട്ടുണ്ട്. ഏത് ഈ പിന്നെ ആ, വകമാറ്റല് റീ അപ്രോപ്രിയേഷൻ നൽകാമെന്ന്. അപ്പോൾ അതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു വകുപ്പിൻ്റെ കീഴിൽ ഈ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാൻ വെച്ച തുക, അതിൽ കുറച്ച് പണം ബാക്കി വന്നു. അതേസമയം യാത്രാബത്തയ്ക്കുള്ള തുക, അവിടെ ട്രാവൽ എക്സ്പെൻസിനുള്ള തുക തികയാതെയും വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അധികാരപ്പെട്ട ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്ക് നിബന്ധനകൾക്ക് വിധേയമായി ആ സ്റ്റേഷനറിക്കുള്ള തുകയിൽ നിന്ന് ആ ബാക്കി വന്ന് കുറച്ച് ഭാഗം യാത്രാ ചെലവിലേക്ക് വകമാറ്റി ഉപയോഗിക്കാം. അതാണ് ചീഫ് കൺട്രോളിംഗ് ഓഫീസറുടെ പുനർവിനിയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ചെലവ് നിയന്ത്രിക്കാനുള്ള ഒരു ഉദാഹരണമാണ് ഈ ചീഫ് കൺട്രോളിംഗ് ഓഫീസർമാരുടെ പുനർവിനിയോഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഡിവിഷൻ ഒരു ട്രഷറിയിൽ നിന്ന് ഒരു മാസത്തിനുള്ളിൽ എടുക്കാവുന്ന തുക പരിമിതപ്പെടുത്തി സർക്കാർ ചെലവുകൾ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം ഇതാണ്. ഒരു ട്രഷറിയിൽ നിന്ന് ഒരു മാസം എടുക്കാവുന്ന തുക പരിമിതപ്പെടുത്തിയിട്ട് സർക്കാർ ചെലവ് നിയന്ത്രിക്കാനുള്ള സംവിധാനം ലെറ്റർ ഓഫ് ക്രെഡിറ്റാണ്. അപ്പോൾ ട്രഷറിയിൽ നിന്ന് ഒരു മാസം 10 കോടി രൂപ എടുക്കാൻ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുത്തു. പൊതുവെ ഈ മാസം ടൈറ്റാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ അതിൻ്റെ തുക കുറച്ച് കാണിച്ചാൽ മതി. ഇപ്പോൾ 1 ലക്ഷമോ 5 കോടിന്നോ 2 കോടിന്നോ ഒക്കെ ആക്കി അത് കുറച്ചിട്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റിലുള്ള തുക കുറച്ച് കാണിച്ച് അത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ചോദ്യം ഡിലീറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് ഇപ്പോഴത്തെ ഡിസ്കഷൻസ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വെക്കാം. ഓക്കെ, ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.